KPCCയെ പ്രതിരോധത്തിലാക്കിയ BD ബിഹാർ വിവാദത്തിന് പിന്നാലെ VT ബൽറാമിന് പിന്തുണയുമായി നേതൃത്വം. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയിൽ നിന്ന് VT ബൽറാമിനെ നീക്കിയിട്ടില്ല എന്നാണ് KPCC അധ്യക്ഷന്റെ പുതിയ വിശദീകരണം. ബൽറാം രാജിവെച്ചുവെന്ന വാർത്തയും സണ്ണി ജോസഫ് തള്ളി. എന്നാൽ ദേശീയ വിഷയങ്ങളിൽ സ്വന്തം നിലയ്ക്ക് പ്രതികരിക്കേണ്ടതില്ല എന്ന് ഡിജിറ്റൽ മീഡിയ സെല്ലിന് KPCC നേതൃത്വം നിർദ്ദേശം നൽകി. ഓൺലൈനായി ചേർന്ന KPCC നേതൃയോഗത്തിൽ എക്സ്പോസ്റ്റിലെ ബീഹാർ BD വിവാദത്തിൽ VT ബൽറാം വിശദീകരണം നൽകിയിരുന്നു. പോസ്റ്റിടാൻ ചുമതലപ്പെടുത്തിയിരുന്ന അനുഭാവികളടങ്ങുന്ന പ്രൊഫഷണൽ സംഘത്തിന് പറ്റിയ വീഴ്ചയാണത്. ശ്രദ്ധയിൽപ്പെട്ടയുടൻ പോസ്റ്റർ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതും താനാണ്. എന്നിട്ടും തനിക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നു. മറ്റു തിരക്കുകളുള്ളതിനാൽ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയിൽ നിന്നും തന്നെ ഒഴിവാക്കി തരണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടതായും VT ബൽറാം യോഗത്തെ അറിയിച്ചു. വിശദീകരണം അംഗീകരിച്ച KPCC നേതൃത്വം VT ബൽറാമിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവന പുറത്തിറക്കാനും തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് KPCC അധ്യക്ഷന്റെ വാർത്താക്കുറിപ്പ്. VT ബൽറാമിനെ പദവിയിൽ നിന്ന് നീക്കിയെന്നുള്ള പ്രചാരണങ്ങളെ പൂർണ്ണമായും KPCC അധ്യക്ഷൻ തള്ളി. ആ പോസ്റ്റിന്റെ പേരിൽ ഒരു നടപടിയും VT ബൽറാമിന്റെ പേരിൽ ആരും സ്വീകരിച്ചിട്ടില്ല. VT ബൽറാം കോൺഗ്രസിന്റെ KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെയാണ് ഈ ചുമതല. അദ്ദേഹം അതിൽ നിന്ന് ഒഴിയാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ അതിന് പകരം ഒരാളെ കണ്ടെത്തുന്നത് വരെ അത് തുടരാൻ തന്നെയാണ് നേരത്തെ പറഞ്ഞതാണ്, ഇപ്പോഴേ അല്ല, ഈ കാര്യത്തിന്റെ പേരിലുമല്ല. ദേശീയ വിഷയങ്ങളിൽ സ്വന്തം നിലയിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന് ഡിജിറ്റൽ മീഡിയ സെല്ലിന് KPCC നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.